അപ്പോൾ അതിനെല്ലാം ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, മോനെ ഞാൻ കുഞ്ഞ് പേടിക്കല്ലേ, കുഞ്ഞിൻ്റെ കൈയുടെ ഇവിടെ ഒരു ഇഞ്ചക്ഷൻ തരുമ്പോൾ കുഞ്ഞിൻ്റെ കൈ ഇങ്ങനെ പെരുത്ത പോലെ വരും. അപ്പം ഡോക്ടർ അങ്കിള് ബാൻഡേജ് ചുറ്റിയിട്ട് മോനെ ഇങ്ങ് വിടും, അപ്പം നമുക്കങ്ങ് വീട്ടിൽ പോവാം. ആ ശരി അമ്മേ, ഇങ്ങനെ തന്നെ കാണിച്ചു. അമ്മ വരുന്നില്ലേ അവത്തോട്ടെന്ന് ചോദിച്ചു. അവനിങ്ങനെ വന്നത് എനിക്ക് അതിയായ വിഷമമുണ്ട്. എന്റെ കുഞ്ഞിനെ പോലെ. മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് എപ്പോഴും നിയമത്തിന്റെ ഒരു സംരക്ഷണമുണ്ട്. ആ സംരക്ഷണത്തിന്റെ അഹങ്കാരമാണ് എല്ലാ ഹോസ്പിറ്റലിലും ചെന്നാല്. ഇനി ആരോണെന്ന ആ കുഞ്ഞുമോൻ ഈ സ്കൂളിലില്ല, അവന്റെ കളിയും ചിരിയുമില്ല. അവൻ പഠിച്ചിരുന്ന ക്ലാസ് മുറിയാണ്. ഇവിടെ അവന്റെ അധ്യാപകരുണ്ട്. നമുക്കിനി അവരോട് കാര്യങ്ങൾ ചോദിക്കാം. എന്തായാലും നമുക്ക് ഒരുപക്ഷെ ഒരുപാട് പ്രയാസമുള്ള ആ ഒരു വാർത്തയാണ് ഒരുപക്ഷെ ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത്. സ്കൂളിൽ കളിച്ച പയ്യൻ കൈയുടെ കുഴതിരിഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുപോയി അനസ്തേഷ്യ കൊടുത്ത് അതിനെ തുടർന്ന് മരണപ്പെടുന്ന ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ ഒരു വിദ്യാർത്ഥിയായിരിക്കും ആരോണിന്റെ ക്ലാസ് മുറിയിലാണ്. ഈ സ്കൂളിലെ പ്രഥമ അധ്യാപിക നമ്മളോടൊപ്പം ചേരുകയാണ്. ശരിക്കും ടീച്ചറെ, ഇങ്ങനത്തെ അനുഭവം ടീച്ചറുടെ ഈ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് വളരെയേറെ വേദനാജനകമായ ഒരു സംഭവമാണ് സ്കൂളിന് സംഭവിച്ചിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു സംഭവത്തിലൂടെ, ഇങ്ങനെയൊരു അനുഭവത്തിലൂടെ ആദ്യമായിട്ടാണ് കടന്നു പോകുന്നത്. ഞങ്ങളെല്ലാം വളരെയേറെ ദുഃഖത്തിലാണിപ്പോൾ. ഇതിന് ഉണ്ടായൊരു സാഹചര്യം എന്ന് പറയുന്ന, നമ്മുടെ വ്യാഴാഴ്ച കുഞ്ഞ് സ്കൂളിൽ ഉണ്ടായിരുന്നു. അന്ന് ഉച്ചയ്ക്ക് ശേഷം കുട്ടികളുമൊത്ത് കളിക്കുന്നതിനിടയിൽ ചെറുതായി ഒന്ന് വീഴുകയാണ് ഉണ്ടായത്. വീണ് അവൻ്റെ കൈക്കുഴയ്ക്കാണ് ക്ഷതം സംഭവിച്ചത്. ചെറിയൊരു പരിക്കാണ്, മുറിവോ മറ്റു ക്ഷതങ്ങളോ ഒന്നുമില്ലായിരുന്നു. അപ്പം ഇത് വീട്ടിൽ അറിയിച്ചു. നമ്മൾ സ്കൂളിൽ ഫസ്റ്റ് എയ്ഡ് നൽകി കുഞ്ഞിന്. അതിനുശേഷം വീട്ടിൽ അറിയിച്ചു. രക്ഷിതാക്കളുടെ പ്രകാരം നമ്മൾ ഓട്ടോയിൽ കുഞ്ഞിനെ വീട്ടിലെത്തിക്കുകയുണ്ടായി. സ്റ്റാഫ് കൂടെ പോയിരുന്നു. പതിവായിട്ട് അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ നമ്മൾ വീട്ടിലെത്തിക്കാറുള്ളത്. സ്കൂളിൽ ഓട്ടോ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റാഫെല്ലാം ഉൾപ്പെടെയാണ്. ഒരു സ്റ്റാഫിന് ഒരു ഓട്ടോയിൽ വിടും. അങ്ങനെയാണ് കുഞ്ഞുങ്ങൾ വീട്ടിലെത്താറുള്ളത്. അതേപോലെ തന്നെ ആരോണിനെ നമ്മൾ അന്ന് 3 മണിയോടുകൂടി വീട്ടിലെത്തിക്കുകയുണ്ടായി. ആരോണിന്റെ ക്ലാസ് ടീച്ചറെ, വിഷമമുണ്ട് നമുക്കറിയാം, എങ്കിലും കരയേണ്ട, നമുക്ക് അത്രത്തോളം വിഷമത്തിലാണെന്നറിയാം. അത്ര ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് ഒരുപക്ഷെ ഈ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നിങ്ങൾ എന്തായാലും ഈ ആരോണിന്റെ ഈ മരണത്തിന് ശേഷം എല്ലാവരും അവിടെ പോയി പ്രതിഷേധം രേഖപ്പെടുത്തിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ആരോട് എങ്ങനെ പഠിക്കാൻ മിടുക്കനായിരുന്നു? വളരെ മിടുക്കനായിരുന്നു എന്റെ കുഞ്ഞ്. അവനിങ്ങനെ വന്നത് എനിക്ക് അതിയായ വിഷമമുണ്ട്. എന്റെ കുഞ്ഞിനെ പോലെ ഞാൻ കരുതിയിട്ടുള്ള അവന് എന്റെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻ്റെ കയ്യിൽ അവന് പെട്ടെന്ന് കളിക്കുന്നതിന് കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് വേദന ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഉടനെ അവൻ്റെ വീട്ടിലും വിളിച്ച് പറഞ്ഞ് ചേച്ചിയോട് പറഞ്ഞ് മരുന്നും വെക്കാൻ. കുഞ്ഞിന് കൈക്ക് വേദന മാത്രമേ ഉള്ളായിരുന്നു. കുഞ്ഞിന് അന്നേരം അവൻ പറയുന്നുണ്ട്, ആരോ മോനെ ആശുപത്രി കൊണ്ടുപോകല്ലേ ടീച്ചറെ, അവന് ആശുപത്രി പേടിയാ. കുഞ്ഞിന് ഭയങ്കര പേടിയാ. ആശുപത്രിന്ന് കേൾക്കുമ്പോഴേ പേടിയാ എൻ്റെ കുഞ്ഞ്. അവന് പനിയൊക്കെ വന്നിട്ടുള്ള കുഞ്ഞ്. എങ്കിൽ പോലും നമുക്കിത് ഒരിക്കലും വിശ്വസിക്കാൻ അല്ലെങ്കിൽ സഹിക്കാവുന്ന അനസ്തേഷ്യ കൊടുക്കണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിനെ. എൻ്റെ കുഞ്ഞിപ്പോ ഇവനോടെ കണ്ടേനെ. കുഞ്ഞിന് സ്കൂളിൽ വെച്ച് ഇതുപോലെ സഹപാഠിയുമായിട്ട് ഒത്ത് കളിച്ചുകൊണ്ടിരുമ്പോൾ ഒന്ന് മറിഞ്ഞു വീണു. അപ്പോൾ അവൻ്റെ കൈയുടെ ആ ഭാഗത്ത്, കുഴയുടെ ഭാഗത്ത് കണ്ട് ചെറിയ പരിക്കുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് അവൻ ആക്റ്റീവാ, ഒരു പ്രശ്നവുമില്ല. ഹോസ്പിറ്റലിൽ വേദനയാണെന്ന് പറഞ്ഞപ്പോൾ കൊണ്ട് കാണിക്കുന്നു. അവരോടനെ തന്നെ അടുത്ത നടപടിയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ അത് കുഞ്ഞിൻ്റെ പിതാവാണെങ്കിൽ ജോലി സ്ഥലത്തായിരുന്നു. മാതാവ് മാത്രമേ ഹോസ്പിറ്റലിലുള്ളത്. കയറ്റി അനസ്തേഷ്യ കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു അനസ്തേഷ്യ കൊടുക്കേണ്ട ഒരു അവസ്ഥയല്ല. ഈ മാതാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ കുഞ്ഞിന് വേദന ഉണ്ട്. കുഞ്ഞിന് വേദന ഉണ്ടാകാതിരിക്കാൻ അനസ്തേഷ്യ കൊടുത്താൽ അത് ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് ഡോക്ടർ പറയുന്നു. അവർക്ക് അത്ര അനസ്തേഷ്യയുടെ കാശ് വാങ്ങിക്കാനുള്ള ഒരു ആയിരിക്കും, അതറിയാം. അതിനെപ്പറ്റി നമുക്കറിയത്തില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോൾ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയ്ക്ക് ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യങ്ങളൊന്നുമില്ല. വേദനിക്കാതെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് തീരുമാനിച്ചു അത് ചെയ്യുന്നു. അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് വെപ്രാളപ്പെട്ട് ഡോക്ടർമാർ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടുന്നതാണ് ഈ മാതാവ് കാണുന്നത്. അവസാന നിമിഷം പിന്നെ കുഞ്ഞിന്റെ പിതാവ് ജോലി സ്ഥലത്തുനിന്ന് ഓടിയെത്തിക്കഴിഞ്ഞ് ഡോക്ടർമാരൊന്നും പറയുന്നില്ല. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടർ ഇറങ്ങി വന്നേച്ച് പറഞ്ഞു,
കുഞ്ഞിന് കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി, അതുകൊണ്ട് അല്പം സീരിയസാണ്. മുത്തൂർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. മുത്തൂർ ഹോസ്പിറ്റലിൽ അവരുടെ തന്നെ മുത്തൂർ ഹോസ്പിറ്റലിൽ തന്നെ പിന്നെ ആംബുലൻസ് ആണ് വരുന്നത്. ഈ മർത്തോമ ഹോസ്പിറ്റലിൽ ആംബുലൻസ് ഉണ്ട്, അതില്ലാതെ മുത്തൂരിന്റെ ആംബുലൻസ് വരുന്നു ആയിരിക്കാം. അവിടെ കൊണ്ടുവരുന്നു. അവിടെ കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് പൾസ് ഇല്ല, ഓക്സിജൻ ലെവൽ ഇല്ല, എല്ലാം 0 എന്ന് പറയുന്നു. അപ്പം എന്താ സംഭവിച്ചത്, എവിടുത്തെ പിഴവാണ് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും ശരി, ചികിത്സാ പിഴവ് മൂലമാണ് ഒരു കുഞ്ഞ് മരിച്ചതെങ്കിൽ ഇനി മേലാൽ ഈ കേരളത്തിൽ ഇത് ആവർത്തിക്കാൻ പാടില്ല. മാതൃകാപരമായുള്ള ശിക്ഷ ഇവർക്ക്, ഈ പിന്നെ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് എപ്പോഴും നിയമത്തിന്റെ ഒരു സംരക്ഷണമുണ്ട്. ആ സംരക്ഷണത്തിന്റെ അഹങ്കാരമാണ് എല്ലാ ഹോസ്പിറ്റലിലും ചെന്നാല് ഇവരിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്നത്, പൊതുജനങ്ങളായി നമ്മൾ അനുഭവിക്കുന്നത്. അതുണ്ടാവാൻ പാടില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. മേലാൽ ഇത്രയും അശ്രദ്ധയോടുകൂടി ഒരു രോഗിയെ, കൊച്ചുകുഞ്ഞായാലും പ്രായമുള്ളവരാണെങ്കിലും അവരെ കാണാൻ പാടില്ല. ആരോടിന്റെ മാതാപിതാക്കൾ ഷേർലിയും വിജയനും ചേരുകയാണ്. ശരിക്കും ഈ ആശുപത്രിയിൽ ഉണ്ടായ സംഭവം ഒന്ന് പറയാം. കുഞ്ഞുമോനെ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോൾ ഞാൻ ആ കുഞ്ഞിനെ ഒരു 4 മണിക്കുള്ളിൽ ആശുപത്രിയിൽ കൊണ്ടുവന്നു. അന്നേരം കുഞ്ഞിന്റെ കൈയുടെ എക്സ്റേ എടുക്കാൻ എഴുതി തന്നു. എന്റെ വലത്ത് കൈയുടെ ഇവിടെ ഇങ്ങനെ നീരുണ്ടായിരുന്നു. അപ്പോൾ എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്തിട്ട് കാഷ്വാലിറ്റിയുടെ ഡോക്ടറെ ആദ്യം കാണിച്ച്. അപ്പം ഡോക്ടർ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഓർത്തോയുടെ ഡോക്ടർ സർജറി ഇല്ല, അപ്പം കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, ഇത് ഓർത്തോയ്ക്ക് വിടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ സിസ്റ്റർ ഞാൻ ചോദിച്ചു, പറഞ്ഞു 15 മിനിറ്റിനുള്ളിൽ ഡോക്ടർ വരും. അപ്പോൾ തിയേറ്ററിൻ്റെ അടുത്ത് 2ാം നിലയിൽ ഞാൻ കുഞ്ഞും കൂടി വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പം ഡോക്ടർ വന്നു. അവിടെ വന്നിട്ട് എന്നോട്, ഞാൻ ഡോക്ടറെ കണ്ടു. ഡോക്ടർ എന്നോട് എക്സ്റേ കണ്ടിട്ട് പറഞ്ഞു, കുഞ്ഞിൻ്റെ ഇവിടുത്തെ ഇതിൻ്റെ പൊസിഷൻ ഇച്ചിരി മാറിക്കിടക്കുക, ഒന്ന് പിടിച്ചിടണം. പിടിച്ചിട്ടിട്ട് മുട്ടിൻ്റെ ഇവിടെ പിടിച്ചിട്ടിട്ട് പ്ലാസ്റ്റർ ഇട്ട് അങ്ങ് വിടാം. 4 ആഴ്ച കഴിയുമ്പോൾ ശരിയാവും. കൊച്ചു കുഞ്ഞായതുകൊണ്ട് അവനൊരു ലോക്കൽ അനസ്തീഷ്യ കൊടുക്കണം, വേദനിക്കാതിരിക്കാൻ. അപ്പൊ ഒന്നുമില്ല, ഇങ്ങനെ കൈ പിടിച്ചിട്ടുണ്ട്. ഇവിടെ തൊടല്ല, എനിക്ക് ഇവിടെ വേദനയുണ്ട്. അപ്പൊ എനിക്ക് കാണാം നീര് ചെറുതായിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാം. ഞാനപ്പം കുഞ്ഞിന്റെ കൈയെല്ലാം ഇങ്ങനെ ചെയ്യാനൊക്കെ പറഞ്ഞു. അന്നേരം ഒരു കുഴപ്പമോ അന്നേരം ഒന്നുമില്ല. ഞാൻ ചോദിക്കുന്നതിനെല്ലാം മറുപടി, അവർ ചോദിച്ചതിനും മറുപടി എല്ലാം അവൻ എപ്പോഴും പറഞ്ഞോണ്ടിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഒരു റൂമിൽ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് താഴെ ആ റൂമിൽ ഇരുന്നിട്ട് എന്താ സർജറി കഴിയുന്നിടം വരെ വെയിറ്റ് ചെയ്തിട്ട്, അതുമല്ല കുഞ്ഞ് കുറച്ച് നേരം ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചുകൊണ്ട് ഒരു 5 മണിക്കൂർ ഏതാണ്ട് കഴിയണമെന്ന് എന്നോട് പറഞ്ഞു. എന്നാൽ ശരി എന്ന് പറഞ്ഞ് ഞങ്ങൾ താഴെ ഇരുന്നു. അത് കഴിഞ്ഞ് 6 മണിയാവാറായപ്പോഴത്തേന് പോവാന്ന് വേണ്ടി മേളിൽ പോയി. ആ തിയേറ്ററിൻ്റെ സൈഡിലെ റൂമിൽ അവിടെ ചെന്ന് അവൻ്റെ ഡ്രസ്സെല്ലാം മാറ്റി വേറെ ഒരു പിടിച്ച് അതെല്ലാം നേരം എല്ലാം കുഞ്ഞെന്നോട് വർത്താനം പറയുക എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, മോനെ ഞാൻ കുഞ്ഞ് പേടിക്കല്ലേ, കുഞ്ഞിൻ്റെ കൈയുടെ ഇവിടെ ഒരു ഇഞ്ചക്ഷൻ തരുമ്പോൾ കുഞ്ഞിൻ്റെ കൈ ഇങ്ങനെ പെരുത്ത പോലെ വരും. അപ്പം ഡോക്ടറങ്ങൾ ബാൻഡേജ് ചുറ്റിയിട്ട് മോനെ ഇങ്ങനെ വിടും. അപ്പം നമുക്കങ്ങ് വീട്ടിൽ പോവാം. ശരി അമ്മേ, ഇങ്ങനെ തന്നെ കാണിച്ചു. അമ്മ വരുന്നില്ലേ അവത്തോട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോനെ ഒരു സിസ്റ്ററെ ചൂണ്ടി കാണിച്ചിട്ട് പറഞ്ഞു, മോൻ്റെ അമ്മയുടെ കൂട്ട് ഒരാളായത്, മോനെ ആൻറ്റിയോട് പോക്കോ, ഞാനിവിടെ നോക്കിയോളാം. ശരി അമ്മേ. അപ്പോൾ ആ സിസ്റ്റർ എടുത്തുകൊണ്ട് അകത്തോട്ട് പോയി. അത്ര എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടുള്ളൂ. പിന്നെ ഞാൻ ആ വെളിയിരിക്കുമായിരുന്നു. വെളിയിരുന്ന് ഞാൻ തന്നെയുള്ള ഞാൻ പന്തളത്ത് വർക്ക് ചെയ്യുക. വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്ന ഓൾറെഡി ഞാൻ ഇച്ചിരി നേരത്തിനുള്ളിൽ വരാം. അപ്പോഴത്തെ എൻ്റെ ഫോണും സ്വിച്ച് ഓഫ് ആയിപ്പോയി. ചില നേരം കഴിഞ്ഞപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ എന്നും പറഞ്ഞാൽ അതിനകത്തൊരു വിളി ഞാൻ കേട്ടു. അപ്പോൾ ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. എനിക്ക് ആശുപത്രിയിലെ ഡോക്ടർ ഓർത്തോ എന്ന് പറയാൻ ആ ആളെ ഞാൻ അവിടുന്ന് ആ തിയേറ്ററിനകത്തുനിന്ന് ഓടി വന്ന് ഈ സൈഡിലെ റൂമിൽ നിന്ന് ഏതാണ്ട് എടുത്തുകൊണ്ട് ഓടുകയൊക്കെ. അപ്പം ഞാൻ ഓർക്കുന്നില്ല, അതിന് മുമ്പ് ഒരാളുടെ സർജറി അവിടെ നടക്കുന്നുണ്ട്, കൈയുടെ വിരലൊക്കെ അറ്റുപോയി എന്നൊക്കെ പറഞ്ഞ കേട്ടു. അപ്പം ഞാൻ ഓർത്തു അവർക്ക് വേണ്ടി എൻ്റെ കുഞ്ഞിന് അങ്ങനെ ഒന്നുമില്ലല്ലോ, അതല്ലോ ആയിരിക്കും ഇങ്ങനെല്ലാം ഓർത്ത് ഞാൻ അന്നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ തന്നെയുള്ളൂ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ മനസ്സിലങ്ങ് ഭയങ്കര പേടി, ദേഹം എല്ലാം വിറയ്ക്കാൻ തുടങ്ങുക. അപ്പോൾ എൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയി പോയി. അപ്പോൾ ഇവിടെ ഓരോരുത്തരും അകത്തോട്ട് വരുന്നുണ്ട്. കാഷ്വാലിറ്റിയിലെ ഡോക്ടർ ഞങ്ങൾക്ക് ഓടി വരുന്നു. ഒരു ലേഡി ഡോക്ടർ ആയിരിക്കണം. ആ പുള്ളിക്കാരി അങ്ങ് അകത്തോട്ട് പോകുന്നു. ഇതെല്ലാം ഞാനവിടെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ
വേറൊരാൾ അതിനകത്തോട്ട് പോകുന്നു. അപ്പം ഞാൻ അത് ചോദിക്കണമെന്നോർത്ത് എനിക്ക് ആ ഫോൺ ഇങ്ങോട്ട് തരാമോ, അച്ഛനെ ഒന്ന് വിളിക്കാം. എന്നിട്ട് ഞാനൊന്നുമില്ല. അപ്പോൾ ഒരാളിങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു കുഞ്ഞിനെ കൊണ്ട് അകത്തോട്ട് പോയായിരുന്നല്ലോ, എന്ത് ചെയ്യേ, എൻ്റെ കുഞ്ഞിൻ്റെ ഇത് കഴിഞ്ഞു, ആരോണെന്നാണ് പേര്. അപ്പോൾ ആ ആള് പറഞ്ഞു ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പോൾ കഴിയും എന്ന് പറഞ്ഞു. ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ അകത്തുനിന്ന് പറയുന്നു അവിടെ ഒരു അമ്മ മാത്രമേ ഇരിപ്പുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കുഞ്ഞിനെ പറ്റിയാണല്ലോ. അപ്പോൾ ശകലം കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്ന് അവിടെ നിൽക്കുമ്പോൾ എനിക്കറിയത്തില്ല, അന്നേരം ഒരു ഡോക്ടർ ഈ കുഞ്ഞിനോട് വർത്താനം പറഞ്ഞത്, അത് ആരാന്ന് എനിക്കറിയത്തില്ല. ഓർത്തോ ആണോ സർജറി ഡോക്ടറാണോ എനിക്കറിയത്തില്ല. ഒരാളെന്നോട് അവിടെ വന്ന് അച്ഛനോട് പറഞ്ഞു, പിന്നെ കുഞ്ഞിന് ഈ അനസ്തേഷ്യ കൊടുത്തപ്പോൾ കാർഡിയാക് അറസ്റ്റ് വന്നെന്ന് പറഞ്ഞു. ഇത്രേ അറിയത്തുള്ളൂ. അല്ല, ഒരു പേപ്പറിനകത്ത് എന്നെ കൊണ്ട് സൈൻ ചെയ്യിച്ചായിരുന്നു, അല്ലാതൊന്നുമില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ വല്ല പ്രയാസമോ ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ 1 മാസത്തിന് മുമ്പ് അവന് പനി വന്നായിരുന്നു, അപ്പം ബിലിവേഴ്സിൽ ഇതായിരുന്നു. അപ്പം സിസ്റ്റർ ഡോക്ടർ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷനോ എന്തെങ്കിലും ചെയ്യണം, ഒന്നും വേണ്ട എന്നെല്ലാം പറഞ്ഞു. എല്ലാം പറഞ്ഞു. അത് അത്രേ ഉള്ളൂ, എനിക്ക് അധികം എന്തോ ഇല്ല വേറെ പറയാൻ. എല്ലാരും പറയുന്നു ഒരു വൈദ്യനെ പിടിച്ചിട്ട് ഇടാനുള്ളതേ ഉള്ളായിരുന്നു. അവിടെ കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ കുഞ്ഞു കൊണ്ടായി. ഇത് ഏത് ഹോസ്പിറ്റലാണ് പോയത്? മർത്തമ ഹോസ്പിറ്റലാണ്. കുഞ്ഞിന് സംഭവിച്ചൊരു വലിയ ഒരു അത്യാഹിതം അനസ്തേഷ്യയുടെ പിഴവാണെന്ന് ചേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? 100% അങ്ങനെ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കത്തില്ല. ഒരു കയ്യിൽ ഒരു ചെറിയൊരു ഇത് വന്ന ഒരു കുഞ്ഞിന് നമ്മൾ എവിടെയെങ്കിലും കേൾവിയുണ്ടോ കൈ ഇടാൻ വേണ്ടി അനസ്തേഷ്യ കൊടുക്കുന്നുവെന്ന്? ഇന്നലെയും കേട്ടിട്ടില്ല, നാളെ കേൾക്കാൻ സാധ്യതയില്ല. സാധാരണ വൈഫ് ഒരു നാട്ടുവൈദ്യൻ സിമ്പിളായിട്ട് ചെയ്യാനുള്ളത് ചെയ്യുന്നൊരു കാര്യത്തിന് ഓപ്പറേഷൻ തിയേറ്റർ കയറ്റേണ്ടിയും കാര്യമില്ല. ഓപ്പറേഷൻ തിയേറ്റർ ഓപ്പറേഷൻ ഉള്ളത്, പിന്നെ ഓപ്പറേഷൻ വേണ്ടല്ലോ. ഒരു ചെറിയൊരു ഉളുക്കൊന്നും ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇത് ഒന്നും തിരിച്ചിടാനുള്ളതേ ഉള്ളായിരുന്നു. അതൊരു ജനറലായിട്ടുള്ളൊരു MBBS കാരനോ അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ ഫിസിയോതെറാപ്പിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു ഓർത്തോ ഡോക്ടറിനോ കൂടിപ്പോയ ഓർത്തോ ഡോക്ടർ, അതിന് മേളിലോട്ടില്ലല്ലോ. ലോക്കലായിട്ട് പറഞ്ഞാൽ സാധാരണ ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരാൾ, കൂടിയ ഒരാൾ ഓർത്തോ. അപ്പം ഞങ്ങൾ ഓർത്തോ ഡോക്ടർ ആയതുകൊണ്ട് ഡോക്ടർ തന്നെ ചെയ്യട്ടെ. ഇത് ഈ ആശുപത്രിയുടെ അനാസ്ഥ ആണോ എന്നുള്ളതല്ല, ഇത് തീരുമാനിച്ച ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സോ നേഴ്സോ അങ്ങനെ ആ ഗ്രൂപ്പിന്റെ അനാസ്ഥയാണ്. ആശുപത്രി സ്ഥാപനം എന്നുള്ളതേ ഉള്ളൂ. അത് തന്നെ ഉദ്ദേശിക്കുന്നത് ആശുപത്രിയുടെ ഭാഗമാണല്ലോ. സ്റ്റാഫിന്റെ അനാസ്ഥയാണ്. ആശുപത്രി പേര് പറയുമ്പോൾ ഇന്ന ആശുപത്രി എന്ന് പറയാം. പക്ഷെ ഈ പർട്ടിക്കുലർ സംഭവം ഇങ്ങനെ വന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്ന നിയമപരമായ ഒരു നടപടി മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും നിയമപരമായിട്ട് നമുക്ക് പോയായിരിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം ഇതൊരു മരണമല്ലേ നടന്നേക്കുന്നത്, അതൊരു അടിപിടിയോ അല്ലെങ്കിൽ ഒരു അങ്ങനെ മറ്റെന്തെങ്കിലും ഒരു പ്രശ്നമായിട്ടല്ലല്ലോ, ഇതൊരു മരണമല്ല നടന്നേക്കുന്നത്, അതൊരു കൊച്ചു കുഞ്ഞ്. അപ്പോൾ ഇവന്റെ ആ മുഖത്തോട് നോക്കിയാൽ ഒരു ഫുൾ അനസ്തേഷ്യ കൊടുക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ പോലുള്ള ഒരു മയക്കത്തിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവരാനുള്ള ഒരു ഇതുണ്ടാകാൻ പാടില്ല. ആരോഗ്യം അല്ലെങ്കിൽ പ്രായം ഇതൊക്കെ പരിഗണിക്കേണ്ട വിഷയങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് നിലവിലുള്ള സാഹചര്യത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആരോണിന്റെ മരണം ഒരുപക്ഷെ ആശുപത്രിക്കെതിരെയുള്ള ശക്തമായ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ ദിവസം റാന്നിയിലെ യുവമോർച്ചയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ DYFIയും അതുപോലെ ആരോൺ പഠിച്ച സ്കൂളിലെ കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകൾ ആ ആശുപത്രിക്ക് മുന്നിൽ പോയി അവരുടെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതൊരു വലിയ സമരമായി മാറാനുള്ള എല്ലാ സാധ്യതകളുമാണ് കാണുന്നത്.